PB അംഗത്തെ വരെ സംശയനിഴലിൽ നിർത്തുന്ന വിവരങ്ങളാണത്. അതിൽ അങ്ങേക്ക് പറയാതിരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ഉത്തരവാദിത്തഹീനമായൊരു സമീപനം എന്ന് വിമർശിക്കാനുള്ള ഈ പറയുന്ന അവകാശം മറ്റുള്ളവർക്കുമുണ്ട്. ഞാൻ നവാസിലേക്ക് വീണ്ടും പോകാൻ. നവാസ് തുടരാം. ഒന്ന് എനിക്ക് ഞങ്ങളുടെ വിഷയത്തിലേക്ക് വരാൻ കഴിയാത്ത വിധം അദ്ദേഹം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞങ്ങളുടെ നിലപാട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട നിതിൻ, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് 77 വർഷമായി. ഞാൻ അവരെ വെള്ളഭൂഷണ പണി എൻ്റെതല്ല, അത് അവരുടെ ആളെടുക്കേണ്ടത്. ആശയപരമായി ഞങ്ങൾക്കിപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ വിയോജിപ്പുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ വിയോജിപ്പ്, ഞാൻ നിൽക്കുന്ന സംഘടനപരമായ വിയോജിപ്പൊക്കെ ഉണ്ട്. അത് അവിടെ മാറി നിൽക്കട്ടെ. 77 വർഷമായി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലുണ്ട്. അതിൽ 1948 മുതൽ 1978 വരെ എന്ന് കൃത്യമായി പറഞ്ഞാൽ രാജ്യത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നവരെ അവർ പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റിന് വോട്ട് ചെയ്യില്ല, ഞങ്ങൾ ഗവൺമെന്റ് ജോലി സ്വീകരിക്കില്ല, കാരണം ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാകണമെന്ന് അവർ പറഞ്ഞു. ആ കാലത്ത് ഞങ്ങൾ അവരോട് ഏറ്റുമുട്ടിയില്ലേ ശ്രീ നിതിൻ ഗഡ്കരി, ഞങ്ങൾ ഏറ്റുമുട്ടിയില്ലേ? ഞങ്ങൾ അവരോട് ഏറ്റുമുട്ടുകയായിരുന്നു. നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ സീനിൽ. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? തിരഞ്ഞെടുപ്പല്ല, വോട്ടല്ല, ആശയപരമായ പോരാട്ടമാണ്. ഈ മുസ്ലിം സമൂഹത്തിനകത്ത് അങ്ങനെ ഭിന്നത ഉണ്ടാകരുതെന്ന ആഗ്രഹമാണ്. അവിടുന്ന് കാര്യങ്ങൾ പോയല്ലോ. 1978 അവർ വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആരപ്പോൾ അവർ നിന്നത്? അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം, അതിന് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ അവർ തീരുമാനിച്ചു. 1978 മുതൽ കഴിഞ്ഞ 2019 വരെ നീണ്ട 41 വർഷക്കാലം നിങ്ങളുടെ കൂടെ അവർ നിന്നു. 2019 മുതൽ 2025 വരെ അവർ തീരുമാനിച്ചു CPM RSSുമായി അഭേദ്യമായ ബന്ധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇനി UDFനൊപ്പം എന്ന് അവർ തീരുമാനിച്ചു. ഞങ്ങൾ അവരുടെ ഓഫീസിൽ പോയില്ല, ഞങ്ങളുടെ ഓഫീസിലേക്ക് അവരെ വിളിച്ചു വരുത്തിയില്ല, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഫ്ലാറ്റിലേക്ക് അവരെ കൊണ്ടുപോയില്ല. നിരുപാധിക പിന്തുണ അവർ പ്രഖ്യാപിച്ചു. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചതാണ് നിങ്ങളിപ്പോൾ വലിയ പ്രശ്നമായി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 1978 മുതൽ 2019 വരെയുള്ള നീണ്ട 41 വർഷക്കാലം നിങ്ങളുടെ കൂടെ അവരുണ്ടായപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല, നിങ്ങൾക്കൊരു പ്രയാസവും ഇല്ല. ശ്രീ നിതിൻ, ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കട്ടെ. ഇനി 2000 ഈ പറയുന്ന സമയത്ത് എന്താണ് ഞങ്ങളിപ്പോൾ അവരുടെ വോട്ട് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ന്യായം എന്നതാണ്. വിയോജിപ്പുകൾ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ഞങ്ങൾ കോൺഗ്രസും ലീഗും തമ്മിൽ വിയോജിപ്പുണ്ടല്ലോ, ഞങ്ങളൊരു പാർട്ടിയല്ലല്ലോ, ഒരു കൊടിയല്ലല്ലോ. ഞങ്ങൾ കോമൺ മിനിമം പരിപാടിയുടെ ഭാഗമായിട്ടാണ് UDF ആയി നിൽക്കുന്നത്. ഞങ്ങൾ UDFന്റെ അകത്ത് പോലുമല്ല ജമാഅത്തെ ഇസ്ലാമി ഉള്ളത്. അവർ നിരുപാധിക പിന്തുണ തരുമ്പോൾ അത് സ്വീകരിക്കാൻ ഞങ്ങൾക്കുള്ള മാന്യത എന്ന് പറയുന്നത് അവർ ഉപയോഗിച്ചിരുന്ന ഹുക്മത്തെ ഇലാഹി എന്ന് പറയുന്ന മതരാഷ്ട്രവാദം അത് അവർ ഉപേക്ഷിച്ചോ എന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ. 2007 T ആരിഫ് അലി കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വെച്ച് അത് ഉപേക്ഷിച്ചെന്ന് അവർ അവകാശവാദം ഉന്നയിച്ചു. 2008 പ്രബോധനം അവരുടെ മുഖമാസിക അതിൽ പറഞ്ഞു ഈ ജനാധിപത്യത്തോട് ചേർന്നതാണ് പ്രവർത്തിക്കേണ്ടത്, മതരാഷ്ട്രവാദം സാധ്യമല്ല എന്നവർ പറഞ്ഞല്ലോ. അത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം P മുജീബ് റഹ്മാൻ, ഇപ്പത്തെ അമീർ, ഈ റിപ്പോർട്ടർ ചാനൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് 1 മണിക്കൂർ ഇന്റർവ്യൂവിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞല്ലോ. അപ്പൊ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച ശേഷമാണ് അവരുടെ പിന്തുണയെ സ്വാഗതം ചെയ്തത്. നിങ്ങൾ അവരോട് ചർച്ച ചെയ്യുമ്പോൾ, അവരുടെ പാർട്ടി ഓഫീസിൽ പോകുമ്പോൾ, അവരുടെ വോട്ട് വാങ്ങുമ്പോൾ, അവരുടെ ഹിറാ സെന്ററിലേക്ക് പോകുമ്പോൾ ഒക്കെ അവരെ വാദം ഉള്ള സമയത്താണ്. അപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നല്ല കൂട്ടർ, ഞങ്ങളുടെ കൂടെ എത്തുമ്പോൾ മോശപ്പെട്ട കൂട്ടർ, അങ്ങനെ ഉണ്ടാകരുത്. ശിവേണു, ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാൻ അവസരം തരണം. അത് ഞങ്ങൾ ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും ഇത്തരം വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് എല്ലാ കാലത്തും CPM ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് ആണ്, വർഗീയ കാർഡിളക്കുക. അത് നമ്മൾ ഷാഫിയുടെ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കണ്ടല്ലോ.